സ്വന്തമായിട്ട് ദൈവങ്ങളില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ്. പഴയ കാലം മുതലേ വളരെ വിശ്വാസം ഉണ്ടായിരുന്ന കാലത്ത് ഓരോ കുടുംബങ്ങളിലും അവർക്ക് ഉതകുന്ന തരത്തിൽ അവരുടെ വിശ്വാസാനുസരണം ചാത്തൻ, ചൊവ്വ, കരിങ്കുട്ടി, പറക്കുട്ടി, ഗുളികൻ, വീരഭദ്രൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മലവാരം ദൈവങ്ങൾ, കരിനീലി അല്ലെങ്കിൽ മലവാരത്തമ്മ എന്ന് പറയും, അല്ലെങ്കിൽ മലങ്കുറത്തി, അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഇത്രയും ചേർന്നിട്ടുള്ളോ ദൈവങ്ങളില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം ഒരു വിശ്വാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് കൃഷി ചെയ്തിട്ടും അല്ലാതെയും. അപ്പം നമുക്കുള്ളൊരു ഉറപ്പ് അദ്ദേഹം ചതിക്കില്ല. പ്രത്യേകിച്ച് ചാത്തനെയാണ് കൂടുതൽ മിക്കവാറും ആളുകൾ കുടിയിരുത്തുക വയ്ക്കുക. ചാത്തനായാലും കരിങ്കുട്ടിയായാലും ചൊവ്വയായാലും ഏകദേശം ഇവർ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ചാത്തൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാത്തൻ ചതിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും ചാത്തൻ്റെതായ ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം അതിനെ തറ കെട്ടിയിട്ട് പുറത്തു വരുത്തിലിരുത്തും. ഒന്നുകിൽ വല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിൽ, അല്ലെങ്കിൽ കാണാവുന്ന തരത്തിൽ അവിടെ ഒരു നല്ലൊരു സ്ഥാനം നോക്കിയിട്ട്, ഇത് പേരുടെ പിന്നിലോ കുളിമുറിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പുറത്ത് ഇതൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് എനിക്ക് കാണണം, അതിന് ആ വീടിന് ദോഷമില്ലാത്ത തരത്തിൽ അതിനനുകൂലമായിട്ടുള്ളൊരു സ്ഥാനം കണ്ട് അവിടെ ഇരുത്തും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചാത്തൻ എന്നുള്ള ശക്തിനെ വളരെയധികം അതിൻ്റെ ശക്തിയുടെ നില അറിഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു, വ്യക്തികളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന ഗുരുക്കന്മാരെല്ലാവരും. ഇന്ന് എല്ലാവരും കാഴ്ച കാണാൻ പോകുന്ന പോലെയൊക്കെ പോകുന്നതുള്ളൂ. പക്ഷെ അന്നത്തെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ വിശ്വാസത്തിൻ്റെ ആ കർമ്മങ്ങൾ അവരെഴുത്തിൻ്റെ ആ കാഠിന്യത്തിൻ്റെ ആ ഒരു ഇതിലാണ്, ഒഴുക്കിലാണ് ഇപ്പം എല്ലാവരും പലരും പോകുന്നത്. അപ്പോൾ ഭഗവാൻ വിഷ്ണുമായ ചാത്തനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചതിക്കില്ല. നമുക്ക് അദ്ദേഹത്തിന് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദൈവിക ശക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നമ്മളാൽ കഴിയും വിധം നമ്മളെന്താണ് കഴിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് അത് സമർപ്പിക്കാം. ഗോത്ര ആചാരങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മദ്യവും മാംസവും ചോരയും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ ഭോജ്യ വസ്തുക്കൾ. അപ്പം അത് മാറ്റിയിട്ട് അദ്ദേഹത്തിന് ഇളനീരോ പഴോ ഇത്യാദികൾ കൊടുത്തിട്ട് ഒക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച് ആചരിക്കുന്നവർ, വളരെയധികം സാത്വിക കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർ, മത്സ്യമാംസങ്ങൾ കഴിക്കാത്തവർ, അവർക്കൊക്കെ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ചാത്തൻ സ്വാമി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേദിക്കാൻ പറ്റുന്ന സംഗതികൾ അവർ നേദിക്കും. അദ്ദേഹത്തിന് അതുകൊണ്ട് എതിർപ്പില്ല. നമ്മൾ കഴിക്കുന്നത് എന്തോ അതിന് തന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കും. ആ വ്യക്തികളുടെ ഇതും കൂടി അറിയണം. ഇപ്പൊ ഒരു തിരുമേനിമാരാണ് അല്ലെങ്കിൽ അങ്ങനെ ചാത്തനെ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവം ഉണ്ടാവുള്ളൂ. അവർ കൃഷ്ണനെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെയോ അതേപോലെ തന്നെ ദേവി അങ്ങനെയൊക്കെ ഉണ്ടാകുക. എന്നാൽ അവരായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം വിഭാഗക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പഴം, തേനോ പാലോ ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പം അതിൽ നിന്ന് വിട്ടിട്ട് മറ്റുള്ളതായ വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് സാധാരണ ഈ ബ്രാഹ്മണിക്കൽ അല്ലാതെ ചെയ്യുന്ന കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് വർഷാവർഷം അവർക്ക് നല്ല കൃത്യമായിട്ട് കോഴീനൊക്കെ വെട്ടിനുള്ള കർമ്മങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. അത് അവരുടെ ഒരു ആവശ്യമായിട്ട് അവരെ കുടിയിരുത്തിയ ആളുകൾ അല്ലെങ്കിൽ ആ ഗുരുക്കന്മാർ അത് മനസ്സിലാക്കിയിരുന്നു. അതിനനുസരിച്ച് അവർക്ക് ചെയ്യും. അവരങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഗുണങ്ങളുണ്ടായിരിക്കും. അപ്പൊ ആ സ്ഥലദേവത അല്ലെങ്കിൽ കുടുംബദേവത എന്നുള്ള നിലയ്ക്ക് അവർക്ക് വിളക്ക് വെപ്പ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ വർഷത്തിലൊരിക്കോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആണ്ടൃതികളിലോ, വിഷു സംക്രമം, ഓണം, ഉത്രാടത്തിന്, അല്ല കർക്കിടക സംക്രമത്തിന്, സംക്രാന്തിക്ക് എന്ന് പറയും. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒരു കർമ്മങ്ങൾ കൊടുക്കുക. നമ്മുടെ വീട്ടിലൊരു ദൈവം, ആ ദൈവത്തിന്റെ പ്രത്യേക ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കർമ്മപ്രീതി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത്തരം ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ
അതേപോലെ തന്നെയാണ് ഈ കറുത്ത വാവ്, അമാവാസി, പൗർണമിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമുള്ള എങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർ കർമ്മങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ മാന്ത്രിക ക്രിയകൾ ചെയ്യുന്ന കുടുംബങ്ങളിലാണെങ്കിൽ മിക്കവാറും അവർക്ക് ഇതേ ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അപ്പൊ അതിനെ കോഴി അതിനൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതാണ്, ആൾക്ക് പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ പ്രതിഷ്ഠയുടെ മുന്നിൽ കളം വരച്ചിട്ട്, കളം വരയ്ക്കാൻ അറിയുമെങ്കിൽ 9 അടിക്കോ അല്ലാത്ത പക്ഷം 5 അടിക്കിട്ടാലും കുഴപ്പമില്ല. അപ്പൊ 9 അടിക്കുക എന്നുള്ള നിർബന്ധമാണ് ചാത്തനെ അല്ലെങ്കിൽ ചാത്തന്മാർക്ക് ഒക്കെ 9 അടിക്കാണ് കളം കിട്ടുക. അപ്പൊ ഈ 9 അടിക്ക് കളം കിട്ടിയിട്ട് അത് ആദ്യം ഉമിക്കരി പരത്തിയിട്ട് അരിപ്പൊടി കൊണ്ട് കൈ കൊണ്ട് കളം വരയ്ക്കാം. അല്ലാത്ത പക്ഷം പാന്തക്കോല് എന്ന് പറയും, ഈ തെങ്ങിന്റെ പട്ടയുടെ, അത് കുരുത്തോലിലെ ആവാം മൂത്തോലയുടെ ആയാലും ശരി, അതിന്റെ അടിയിലുള്ളൊരു ഭാഗം മുറിച്ചിട്ട് ഒരു സ്കെയില് പോലെ ആയിട്ട്, ചെറിയ സ്കെയില് നമ്മൾ ഇടാനുണ്ട ആ വീതിക്ക് അനുസരിച്ചുള്ള ഒരു സ്കെയില് ചെറുതാക്കിയിട്ട് അതുകൊണ്ട് 4 ഭാഗം മുട്ടിച്ചിട്ട് ഒരു കളം വരച്ച് അതിന്റെ സെന്റർ വിട്ടിട്ട് രണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ 9 കള്ളിക്കാവും. 9 അടിക്കുള്ള കളായി. അപ്പൊ അതില് അരിപ്പൊടി കൊണ്ട് ഇടാന്ന് പറഞ്ഞു. പിന്നെ മഞ്ഞപ്പൊടി ഇടാം, അതുപോലെ പച്ച ചോപ്പ എന്തൊക്കെയാണെങ്കിലും പഞ്ചവർണ്ണപ്പൊടി എന്നുള്ള നിലയ്ക്ക് എന്ത് വേണമെങ്കിൽ ഇടാം. കളം നോടിയും അലങ്കരിക്കാം, വിസ്തരിപ്പിക്കാം. എന്നിട്ട് ആ കളത്തിന്റെ ഉള്ളില് ഇല നറുക്ക് വെച്ചിട്ട് അതില് അരി നെല്ല്, അതേപോലെ തന്നെ നെല്ല് വറുത്ത് കുത്തി തവിട്, അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ഭക്ഷിക്കാനായിട്ട് ഈ തവിടിന് മധുരം ചേർത്തിട്ട് കൊടുക്കുന്നതുണ്ട്. മധുരം ചേർത്ത് ശർക്കര അരിഞ്ഞിട്ടിട്ട് അത് ഉരുള പിടിച്ചു വെക്കുന്നതുകൊണ്ട് അല്ലാത്തതുണ്ട്. പിന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ കളം ഇട്ടെന്ന് പറഞ്ഞു, ആ കളത്തില് ഗുരുതി ഉണ്ടാക്കിയിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് കോഴി ഗുരുതി. അപ്പൊ അതില് കളം പൂജിക്കുക എന്നുള്ളതില് ആദ്യം ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യാം. ആ പഞ്ചാർച്ചന പൂജയ്ക്ക് എന്താ, ജലഗന്ധ പുഷ്പ ധൂപ ദീപം ഇത്രയും വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ആദ്യം ജലം കൊണ്ട് പൂജിക്കുക, പിന്നെ ചന്ദനം കൊണ്ട് പൂജിക്കുക, പിന്നെയോ പുഷ്പം കൊണ്ട് പൂജിക്കുക, പിന്നെ ധൂപം പുകയ്ക്കാനുള്ള സംഗതികൾ ഇട്ടിട്ട് അത് പുകയ്ക്കാം. അത് ചന്ദനത്തിരി ആവാം, അല്ലെങ്കിൽ അഷ്ടഗന്ധോ എന്താണെന്ന് വെച്ചെങ്കിൽ. അതേപോലെ തന്നെ ഒരു തിരി മറ്റേ കൊടിവിളക്കില് തിരി ഇട്ടിട്ട് അത് കത്തിച്ചിട്ട് അങ്ങനെ ജലഗന്ധ പുഷ്പ ധൂപ ദീപം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നിവേദ്യമാണ്. ആ നിവേദ്യം മധ്യമ അല്ലാതെ തന്നെ നിവേദിക്കാം. ഇപ്പോ അവിലെ മലര്, ശർക്കരാപഴം, അതേപോലെ തന്നെ അട, അപ്പം, അട, തണ്ണീരാമൃത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. ഉത്തമത്തിലുള്ള പൂജകൾ കഴിഞ്ഞ് ആ പ്രസാദമൊക്കെ നീക്കി വെച്ചതിന് ശേഷം ഇനി കളത്തിലേക്ക് ഗുരുതി, മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതിന് ഗുരുതി എന്ന് പറയാം. അത് പിന്നെ മദ്യം, അത് ചാരായം എന്നാണ് പറയാ. ചാരായാണ്, അത് കാച്ചിയെടുത്ത ചാരായാണ്. ഇപ്പം അതൊന്നും നിലവിൽ വരുന്നതല്ല. ബ്രാൻഡി, ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും വിഷ്ണുമായിക്കോ അല്ലെങ്കിൽ മറ്റേ ഈ മൂർത്തികൾക്കോ അവർക്ക് കഴിക്കേണ്ടതായൊരു വസ്തുവാണത്. അവരുടെ ഇഷ്ടഭോജ്യം എന്ന് പറഞ്ഞു. അപ്പം ഇതങ്ങനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, പല കുടുംബങ്ങളിലും പല വ്യക്തികളും മദ്യത്തിന് ആസക്തിയായിട്ട് മദ്യം കഴിച്ച് വളരെയധികം ദുരിതങ്ങളും ഒക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകം ഇത് പറയട്ടെ, ഇത് ചാത്തന് അല്ലെങ്കിൽ വിഷ്ണുമായിക്ക് അല്ലെങ്കിൽ കരിങ്കുട്ടിക്ക് അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ നീലിയമ്മയ്ക്ക് അല്ലെങ്കിൽ മലബാർ മൂർത്തികൾക്ക് അവർക്ക് നേദിക്കുക, അവർക്കാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് കർമ്മികൾക്ക് കഴിക്കാനായിട്ട് ഒരിക്കലും ഇത് പറയുന്നില്ല. ഇത് കഴിച്ചത് കൊണ്ട്, ഇത് നേദിച്ചത് കൊണ്ട് അവർ കഴിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി പറയണതോ ഇന്ന് നേദിച്ചെന്ന് കഴിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നിവേദ്യം, മലര് നിവേദ്യം വെച്ചിട്ടുണ്ടാവും, അതൊന്നും ആരും എടുത്ത് കഴിക്കില്ലല്ലോ. അത് വേണം ആവശ്യക്കാരെടുത്തോണ്ട് പോകും. അപ്പൊ ഈ പറഞ്ഞു വന്നത് മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പൊ അന്ന് ലൈൻ മാറ്റി പിടിച്ചത്. അപ്പൊ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഒപ്പം കോഴി വർഷത്തിലൊരിക്കലുള്ളേച്ചെങ്കിലേ, വർഷത്തിലൊരിക്കലാണ് കർമ്മം ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കോഴീനെ വേണം. അല്ലെങ്കിൽ കളകളുള്ള സമയത്തോ അല്ലെങ്കിൽ വാർഷിക കർമ്മത്തിനോ എന്തായാലും കോഴി ഉണ്ടെങ്കിൽ വളരെ നന്നായി. അപ്പൊ കർമ്മികളാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ കർമ്മങ്ങളനുസരിച്ച് പറഞ്ഞ പോലെ തന്നെ ചൊവ്വ, വെള്ളി,
അല്ലെങ്കിൽ ഈ അമാവാസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശാക്തായ പൂജ എന്നുള്ളതിൽ അവർ എന്തായാലും കർമ്മങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ആ കളത്തിലേക്ക് നമ്മളുടെ 5 അടി 9 അടിക്ക് കളം കെട്ടി അതിൽ ഉത്തമത്തിൽ പൂജ ചെയ്തു. ആ പൂജ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സാത്വികമായിട്ടുള്ളതായ അല്ലെങ്കിൽ മറ്റുത്തമത്തിലുള്ളതായ നിവേദ്യങ്ങൾ സമർപ്പിച്ചു ഭഗവാന്. അതൊക്കെ നീക്കിയതിന് ശേഷം പിന്നെ ഇവർക്ക് ഇവിടെ കള്ള്, ഗുരുതി, അതേപോലെ തന്നെ ബ്രാൻഡി ഇതൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ കോഴീനറുത്ത്. അപ്പോൾ കളം പൂജിക്കുക, ഗുരുതി കൊണ്ട് കളം പൂജിക്കും. ഗുരുതി കൊണ്ട് വിഷ്ണുമായുടെ അല്ലെങ്കിൽ ദേവിയുടെ ആരാണ് വെച്ചിട്ട് പ്രത്യേകിച്ച് വിഷ്ണുമായുടെ മൂലമന്ത്രം ജപിച്ച് ആ കളത്തിലേക്ക് ഗുരുതി ഈ വാഴയുടെ ഇല സ്വല്പം കനം കുറച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു 1 2 ഒരു അരഞ്ച് വീതിയിൽ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോരി കൂട്ടുക എന്ന് പറയും, പൂജിക്കും. അപ്പോൾ ഗുരുതിന്ന് അതുമാതിരി കള്ളിന്ന് അതേപോലെ തന്നെ ബ്രാൻഡിന്ന്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ പൂജിക്കുമ്പോൾ അതിലൊരു തിരി കത്തി വെച്ചിട്ടുണ്ട്. ആ തിരി ഈ നനഞ്ഞ് കെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആ പൂജിച്ചതിന് ശേഷം മന്ത്രങ്ങളൊക്കെ ജപിച്ച് പൂജിച്ചതിന് ശേഷം കോഴീനെ കർമ്മം ചെയ്യുക കളത്തിലേക്ക്. അത് കളത്തിലേക്ക് കർമ്മം ചെയ്തതിന് ശേഷം പിന്നെ ഈ കർമ്മം ചെയ്തിട്ടുള്ള കോഴീനെ പാകം ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ വലത്തെ കുറു, അതിൻ്റെ കരള് ഇത്യാദികൾ, കക്കും കരളെന്ന് പറയാം. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വീണ്ടും വിഷ്ണുവായിക്ക് എന്നെ നീതിക്കണം. അപ്പോഴും ഈ മദ്യം ഗുരുതി എല്ലാം വേണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ കോഴി അല്ലെങ്കിൽ ഗുരുതി, കള്ള്, ബ്രാൻഡ് ഇത്യാദി നിവേദിച്ചു. പിന്നെ വെച്ചിട്ടും നിവേദിക്കുന്നു. ചിലവർ അത് കോഴീനെ അറക്കാനായിട്ടുള്ള ചിലവർക്ക് വൈമനസ്സുണ്ടാവും, ചിലവർക്ക് ചില വിഷമം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് അറിയുന്നവരുണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് നിവേദ്യം എന്നുള്ളതിൽ കടകളിൽ നിന്നൊക്കെ അത് അതിനെ കൊണ്ടുവന്നിട്ട് മാംസമായി കൊണ്ടുവന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ചതിന് ശേഷം അത് നിവേദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഭഗവാൻ വിഷ്ണുവായിക്ക് ചാത്തനെ ഇഷ്ടമായിട്ടുള്ളതായ ഒരു കർമ്മമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തരും. അപ്പോൾ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും കഷ്ടമില്ലാത്തൊരു മനുഷ്യനും ഇല്ല. ഒരാൾക്ക് ഗുണമാണ്, ഒരാൾക്ക് ഭയങ്കര സന്തോഷം ആണെങ്കിൽ ചിലവർക്ക് വളരെ ദുഃഖമായിരിക്കും. ചിലവർക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതി ഉണ്ടെങ്കിൽ ചിലവർക്ക് വളരെയധികം ദരിദ്രനായിട്ടിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഈ ചാത്തനെല്ലാവരും വെച്ച് പൂജിക്കുന്നവരുണ്ടാവും. എല്ലാവരും കോടീശ്വരനാകാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവരും പട്ടിണി കിടത്തില്ല. ഏറെ ദുരിതമുണ്ടെങ്കിലും കഷ്ടമുണ്ടെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും മറികടക്കാവുന്ന തരത്തിലുള്ളതായ വഴികളെ അദ്ദേഹമായിട്ട് കാണിച്ചു തരും. അപ്പം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇത് ഒരു 10 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം പൂജിച്ചിട്ട് ഞാൻ ഇത്ര ദിവസമായി, ദിവസത്തിൻ്റെ എണ്ണ പിടിക്കുക ചിലവർ. ഇത്ര ദിവസമായിട്ട് പൂജിക്കണം, ഇത്ര ദിവസമായിട്ട് ഞാൻ ഉപാസിക്കണം, എനിക്ക് ചാത്തൻ വന്നില്ലല്ലോ, എനിക്ക് ചാത്തൻ ധനം തന്നില്ലല്ലോ, എനിക്ക് ചാത്തൻ കഷ്ടപ്പാടെന്നില്ല തരണുള്ളൂ. അവർ പറഞ്ഞ പോലെ തന്നെ അതൊരു മാറ്റങ്ങളില്ലല്ലോ. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ധനപരമായിട്ടുള്ള ആഗമനം ഉണ്ടാകും, ധനങ്ങളുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, കച്ചവടം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് നടക്കുന്നില്ല? ഇത് വെറും പറ്റിക്കലാണ് എന്നുള്ളത് തോന്നും. അപ്പം എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, സങ്കടം ഉണ്ടെങ്കിൽ ശരി, അത് ചിലവരുടെ സമയം, അവരുടെ ഭാഗ്യം, അവരുടെ ജനിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഒരു ദരിദ്രൻ കോടീശ്വരനാകാനും കോടീശ്വരൻ ദരിദ്രനാകാനും അവരുടെ ആ ജനിച്ചിട്ടുള്ള സമയത്തിൻ്റെ, അതേപോലെ തന്നെ അവരുടെ നല്ല ആ ജാതകവശാലൊക്കെ ഉള്ള ആ ഗ്രഹനിലനുസരിച്ച് ആയിരിക്കും അവരുടെ വരവുണ്ടായിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ആസ്ഥാന മറ്റേ കാശുകാരൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരിക. അവർക്ക് പുറത്തേക്ക് പറയാനായിട്ട് വളരെ വിഷമമുണ്ടായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്നില്ല എന്ന് വിചാരിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? നാട് വിട്ടുപോകാൻ കഴിയുമോ? ഒന്നുമില്ല. അപ്പോൾ ആ യോഗം എങ്ങനെയാണെങ്കിൽ ആ വിധിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക, അവസ്ഥേനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, പഠിക്കുക. ആരോടും എതിരിടാതെ, ആരോടും അസൂയയില്ലാതെ. എൻ്റെ യോഗം ഇത് അത്ര, എനിക്ക് ഇന്നലെ നല്ല രൂപത്തിൽ ഉണ്ടാക്കി തന്നിരുന്നു, ഇന്നെൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിരാശ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നും നിരാശയാവും. ആ നിരാശയിൽ നിന്ന് ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ അത് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും പൂജിക്കേണ്ട ചാത്തനെ, ഞാനും പൂജിക്കില്ല, എനിക്ക് എന്താ കാര്യം? അപ്പം അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പൂജിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അവിടെ വരുന്നത്.
അപ്പൊ അത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളൊരു ദൈവത്തിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെ നമ്മൾ ആരാധിക്കണോ, അതിന് മറ്റൊന്നും അതിൻ്റെ ഉള്ളിൽ ലക്ഷ്യങ്ങളില്ല. ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്, എന്താ ലക്ഷ്യം? ഭഗവാനെ കാണാൻ പോകണം. അപ്പൊ അതിന് ചിട്ടയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്ര ദിവസം വ്രതം എടുക്കണം, ആ കഠിന വ്രതം എടുത്തിട്ട് വേണം, മാല ഇട്ടിട്ട് വേണം പോകാനായിട്ട്, കറുപ്പെടുത്തിട്ട്. അത് അങ്ങനെയുള്ള ഒരു അറിവ് ബോധം മുന്നേ ഉള്ളതുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ആളുകൾ നീങ്ങണുള്ളൂ. പക്ഷെ ഇന്ന് അയ്യപ്പന്റെ അടുത്ത് പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും കുറെ ആളുകൾക്ക് നല്ലതാവുന്നുണ്ട്. കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് അപ്പൊ അവർക്ക് സ്വർണത്തിന്റെ കിരീടം കൊടുക്കുന്നുണ്ട്, ഓടക്കോഴിൽ കൊടുക്കുന്നുണ്ട്, ബസ് കൊടുക്കുന്നുണ്ട്, ആനേനെ നടയിരുത്തുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഓരോരുത്തരുടെ ഭാഗ്യങ്ങളാണ്. അപ്പൊ ആ ഭാഗ്യത്തിന് അസൂയ കുത്തിയിട്ട് മറ്റുള്ളവര് അവരെന്നെ സ്വയം ജീവിതം നശിക്കുക എന്നുള്ളതിൽ വന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരൻ. അപ്പൊ ആ വലിയൊരു ഇതില്ലെങ്കിലും ചെറുതായാലും നമുക്ക് നിലനിന്ന് പോകുന്ന വഴികള് മക്കളും കുടുംബങ്ങളും ചിലപ്പോൾ എല്ലാം കൊണ്ടും നശിക്കേണ്ടത് ഒരു അവസ്ഥയെന്നാവും. ചിലപ്പോൾ നമ്മൾ ഭേദപ്പെട്ട തർക്കേടില്ലാത്ത രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അന്നത്തിന് മുട്ടില്ലാത്ത തരത്തില് അന്നം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വസ്ത്രത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, മക്കൾ പഠിപ്പിക്കാനായിട്ടുള്ളതായ സാമ്പത്തികം ഇല്ല, രോഗങ്ങളും അസുഖങ്ങളും അസ്വസ്ഥതകളും എന്നും ആശുപത്രി കയറി ഇറങ്ങി വരിക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലോ നമ്മൾ എന്ത് വിചാരിക്കും? എന്നാൽ ഇവരൊക്കെ പൂജിക്കുന്നതുകൊണ്ട് ഈ വക സംഗതികൾക്കൊക്കെ ഒരു വഴിയില്ല. വേറെ ഒരു തരത്തിൽ നമ്മൾ തിരിച്ചുവിടുകയാണെങ്കിലോ അസുഖങ്ങളില്ല. അസുഖങ്ങളുണ്ട്, ഇതിന് കൂടുതൽ പ്രശ്നങ്ങളില്ല. ഭക്ഷണം അധികം സമൃദ്ധി ഇല്ലെങ്കിലും കുറച്ചേലുണ്ട്. അതേപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. നാളെ മക്കളെ നമ്മൾ വലുതാക്കി ആ മക്കളിൽ കൂടിയാവും ചിലപ്പോൾ ഈ ക്ഷീണം നമുക്ക് തീരുക. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഭഗവാനെ വേണ്ടുന്ന തരത്തില് നമ്മൾ എത്രയോ അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ അതിലേറെ നമുക്ക് തരും. അപ്പൊ അതൊരു താൽക്കാലിക ലക്ഷ്യത്തിന് മാത്രമാകരുത്. അപ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഭഗവാനെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാല്, ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ചതിക്കില്ല. ഓ എൻ്റെ വിഷ്ണുവായി, എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരു ദുരിതം ഉണ്ടാവരുത് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യമുണ്ട് അത് നടത്തി തരണേ എന്ന് നമുക്ക് നമ്മുടെ ആധികാരികമായിട്ട് പറയണമെങ്കിൽ വേറൊരു വീട്ടിൽ ചെന്ന് പറയണ്ട. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആളോട് തന്നെ നമുക്ക് സങ്കടവും ദുഃഖവും എല്ലാ അദ്ദേഹത്തിനോട് നമുക്ക് പറയാം. ആ പറച്ചിലൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ സമാധാനം കിട്ടും. എന്നും നമുക്ക് തിരിച്ച് പറയില്ലാതെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് സമ്മതിക്കാം. നമ്മുടെ വിഷമങ്ങൾ പറയണോ. ഇപ്പൊ ചിലവരൊക്കെ ചീത്ത പറയും, ഇത് നിങ്ങൾ അങ്ങനെ കാരണല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനല്ലേ, എന്നാലും സാരില്ല കേട്ടാ, കുഴപ്പമില്ല, എൻ്റെ മക്കളെ കാക്കണേ എന്ന് അവസാനം നമ്മൾ തന്നെ പറയും. അപ്പൊ ഈ സുഖം സന്തോഷം അല്ലെങ്കിൽ ആ നല്ല മറുപടിയും ഒക്കെ നമ്മൾ തന്നെ ഒരു വ്യക്തി തന്നെ പറഞ്ഞ് അപ്പൊ ആ മാനസികമായിട്ട് കുറെ ഒരു പ്രയാസം നമുക്ക് അദ്ദേഹത്തിനോട് പറയുമ്പോൾ തീരും. അപ്പൊ ഈ വിഷ്ണുവാചാത്തന്റെ ഈ കർമ്മരീതികൾ ഇതൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചൊവ്വ വെള്ളി, കൊടി ചൊവ്വാഴ്ച, കൊടി വെള്ളിയാഴ്ച എന്നൊക്കെ പറയും. അതേപോലെ തന്നെ അമാവാസി അല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് ഇതുപോലെ മദ്യമാംസങ്ങളൊക്കെ വെച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റല്ലാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ കർമ്മ മേഖലയ്ക്കും ഏതിനും അദ്ദേഹം കൈയഴിച്ച് സഹായിക്കും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്കും പകർത്താം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. കാരണം അത് നടന്നില്ലെങ്കിൽ നമ്മുടെ സമയദോഷങ്ങൾ പറഞ്ഞു, ആ സമയദോഷങ്ങളെ കൊണ്ടുണ്ടാകാം, സ്ഥലത്തെ പല പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകാം, കുടുംബത്തേക്കുള്ള പ്രേതദോഷങ്ങളെ കൊണ്ടുണ്ടാകാം, ശത്രുദോഷങ്ങളെ കൊണ്ട് ഒക്കെ നമുക്ക് വിചാരിക്കുന്ന ശക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിചാരിച്ച ആ തലത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വരവുകൊണ്ടോ അദ്ദേഹത്തിനെ നമ്മൾ പൂജിക്കുന്നത് കൊണ്ടോ ഇതിനൊക്കെ തടയിടാനായിട്ട് അദ്ദേഹത്തിനോട് കഴിയും. കാരണം അദ്ദേഹത്തിനെ പൂജിക്കുന്ന മക്കൾക്ക് ഒരു മറ്റൊരു തരത്തിലുള്ള രഹിതം വരാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അതൊരു എന്താണ് മനസ്സുകൊണ്ട് തീരുമാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. എൻ്റെ ഈ എളിയ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.